ഗണപതിനാഥനെ വന്ദിച്ച് ഭൂഷിക വാഹനം തന്നിലേറി ഒരു പ്രത്യേക സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് ദിവസം കൊണ്ട് എന്റെ ക്യാമറാമാൻ പറയുക പുള്ളിയുടെ വീട്ടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഇടാമോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത് ചാങ്ങ വെള്ളനാടല്ലേ പറ്റി ചാങ്ങ ക്ഷേത്രത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടെ വന്നപ്പോഴേ ഇതേ ഒരു അമ്മയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പൊങ്കാല കാണാനായിട്ട് ഇതാ മുന്നോട്ട് നടക്കുക കേട്ടോ. അമ്മി പൊങ്കാലിടാൻ പോകുന്നതാണോ? പൊങ്കാലിടാൻ പോകുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് കാണാം. ഞാനങ്ങനെ ചാങ്ങ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൻ്റെ മുൻവശം എത്തിയിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്കും അകത്തോട്ട് പോയി ഞാനും ഒരു മിനിറ്റ് മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. അടുത്തെന്തുവാ ഇവിടെ പ്രസാദങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എങ്കിലും ക്ഷേത്രം ഒരു കുഞ്ഞു ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിന് ചുറ്റും ഞാൻ കറങ്ങി കാണുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഒരുപാട് പേര് പൊങ്കാല ആയതുകൊണ്ട് ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എല്ലായിടവും കയറി ഓരോ പ്രതിഷ്ഠയും അങ്ങനെ എന്താണ് എന്നുള്ള രീതി എടുത്തു പറയാനറിയില്ല. എങ്കിലും ദേവീക്ഷേത്രം ഒരു അനുഗ്രഹം, ഈ ദേശത്തിന് തന്നെ ഒരു അനുഗ്രഹമുള്ള ദേവീക്ഷേത്രം എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ പറയുന്നത്. എന്തായാലും എനിക്ക് ഇതിനകത്ത് ഇപ്രാവശ്യം ഒരവസരം തന്നത് എന്ത് പറയാനാണ്, എനിക്കൊരു അവസരം കിട്ടി ഇപ്രാവശ്യം ഈ ദേവീക്ഷേത്രത്തിൽ വരാനും ഒരു വീഡിയോ കവർ ചെയ്യാനും. കാരണം ഇതുവരെ ഇതിനു മുമ്പ് ആരും ഇവിടെ വന്ന് വീഡിയോ എടുത്തതായിട്ട് ആർക്കും അറിയില്ല. എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ തിരിച്ച് ഇറങ്ങി പുറത്തു വന്ന് കുറച്ചിങ്ങനെ നടന്നപ്പോഴുണ്ടല്ലോ അവിടെ ആ സൈഡിൽ തോറ്റം പാട്ടെന്ന് കണ്ടോ, പൊങ്കാലയ്ക്ക് വേണ്ടുന്നതൊക്കെയും എല്ലാവരും ഒരുക്കി വെച്ചിട്ട് അവരവരുടെ സൈഡിൽ ഇരിക്കുക. തോറ്റം പാട്ട് കണ്ട് ഞാനങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ് ആ പാട്ട് കേൾക്കാനായിട്ട്. പോയതൊരു നേർവഴിക്ക് അവൻ കാൽ മാറി വിഴുന്ന ഓടുന്നേ. അതെ, അപ്പം എല്ലാവരും ഭയഭക്തിയോടുകൂടി അവരവരുടെ പൊങ്കാല അടുപ്പുകൾ കത്തിക്കുകയാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ നോക്കി നിന്നുപോയി. എനിക്കും വളരെ സന്തോഷം തോന്നി. കാരണം ഇത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. അപ്പം ഞാനങ്ങനെ നോക്കി നിൽക്കുക. എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടെ അവരവരുടെ അടുപ്പുകൾ കത്തിച്ച് പ്രസാദം ദേവിക്കുള്ള പ്രസാദം അർപ്പിക്കുന്നതിൻ്റെ ഉള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും നിൽക്കുകയാണ്. ഞാനും അങ്ങനെ ഒരു മിനിറ്റ് നിന്നവിടെ. അങ്ങനെ ഇവിടുത്തെ അടുപ്പിലിതാ വെള്ളം തിളക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ചേച്ചി അരിയൊക്കെ അടുപ്പത്ത് കഴുകിയിട്ട് ഏതാണ്ട് വേകാറായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോഴും ഒരു അമ്മയെ കണ്ടു കേട്ടോ. ഈ നാട്ടുകാരിയാണ് അമ്മ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദേവി ഭദ്രകാളിയാണോ? അപ്പോൾ ഭദ്രകാളിയാണെന്ന് പറഞ്ഞു. ഞാനും ഒരാളോട് ചോദിച്ചപ്പം ആറ്റുകാൽ അമ്മയെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ അമ്മയോട് ചോദിക്കാൻ കാരണം. അപ്പോൾ ഈ അമ്മ ഇവിടുത്തെ നാട്ടുകാരിയാണ്. കുട്ടിക്കാലം മുതൽ ഈ ക്ഷേത്രമായിട്ട് അമ്മയ്ക്ക് വലിയ പരിചയമുള്ള അമ്മയാണ്. അപ്പോൾ അങ്ങനെ അമ്മയോട് കുറേ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കി ഞാൻ അമ്മ പറഞ്ഞതാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അമ്മയ്ക്കപ്പോൾ അമ്മ പറയുന്നത് എനിക്ക് ലൈവായിട്ട് എടുത്തിടാൻ പറ്റില്ല. കാരണം ഇവിടെ കുരവിടുന്ന സൗണ്ടും മറ്റുള്ള സൗണ്ടും കാരണം അമ്മ പറയുന്നത് പുറത്തത്ര കേൾക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഇഡ്ഡലി സാമ്പാർ വേണ്ട, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാന്നാണ് പറയുന്നത്. പിന്നെ അമ്മ നേരത്തെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ പൊങ്കാലിട വരുന്നതാണ്. അടുത്താണോ താമസിക്കുന്നത്? ചാങ്ങയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. ഞങ്ങൾ അമ്പൂരിക്കാരാണ്. അതെ അമ്പൂരി അമ്മച്ചി, അമ്പൂരിയിലാണ്. ഞാൻ പൊങ്കാല കാണാൻ വന്നതാണ്. ഞാൻ ഒറ്റയ്ക്കാ വന്നേ. അമ്മച്ചി അമ്പൂരി അടുത്ത് വന്ന് ഇത് എന്റെ കൂടെ വന്ന ക്യാമറമാനാ. ഈ നിങ്ങളുടെ ഈ നാട്ടിൽ
എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. അമ്മ പറഞ്ഞല്ലോ, എനിക്ക് വലുതായിട്ട് പറയാൻ അറിയില്ല, എന്നാലും നമുക്കിനി അങ്ങോട്ട് ഞാനങ്ങനെ ഈ അമ്മമാരെയും പുറത്തിരുന്ന അമ്മമാരെയും കൂട്ടി അകത്തേക്ക് വന്നപ്പോണ്ടല്ലോ, ഇവിടെ ഒരുപാട് പേര് ഇരുന്നതൻ്റെ പൂക്കൾ ഇറക്കുക. അമ്മയ്ക്ക് എന്തു പറയാനാണ്, പൂപ്പട എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നും കൊണ്ട് എല്ലാവരും പൂക്കൾ ഇറക്കുക. അപ്പം ഞാനും അവരുടെ കൂട്ടത്ത് അനുവാദം ചോദിച്ചു കേട്ടോ. ചോദിച്ചിട്ട് ഞാനും എനിക്കും എടുക്കാൻ അറിയില്ല, എന്താണെന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ എവിടെ പോയാലും ഓരോയിടത്തും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അറിയില്ലാതെ, എനിക്കത് ഇഷ്ടവുമല്ല. അറിയില്ലാത്തടത്ത് ഓടി ചാടി കയറി അങ്ങ് ഇരിക്കുക, അതൊന്നും എനിക്കിഷ്ടമല്ല. ഞാനങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ പ്രസാദം നേദിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുക. കണ്ടോ, പല വിധമായിട്ടുള്ള പ്രസാദം അമ്മയ്ക്ക് വേണ്ടി നേദിച്ച് വെച്ചിരിക്കുക. ഞാനങ്ങനെ ഒരു മിനിറ്റ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്ത് പറയാനാണ്, എന്തായാലും പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും തീരത്തില്ല, നാളെയാണ് ഈ ക്ഷേത്രം. അപ്പോൾ അടുത്ത് നിന്ന് അത് ടീച്ചറാണേ, ഒരു സ്കൂളിലെ ടീച്ചർ. അപ്പോൾ എന്നെ വിളിച്ച് ആദ്യം എനിക്ക് കുറച്ച് പ്രസാദം തന്ന് ഞാനതങ്ങനെ കഴിക്കുകയാണ്. നേദിച്ചതിന് ശേഷം പ്രസാദം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എനിക്കും അതും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം അപ്പോൾ 2 കുട്ടികൾ, ഞാനവിടെ നിന്നപ്പോൾ 2 കുട്ടികളെ കണ്ട് ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ശിങ്കാരിമേളം. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ ആ സൈഡിൽ പോയി നിന്ന് വീണ്ടും ഞാൻ എൻ്റെ ക്യാമറാമാനോട് പറഞ്ഞ് ഇതൊന്ന് പകർത്തിയെടുക്കാൻ പറഞ്ഞ് അങ്ങനെ ശിങ്കാരിമേളം പകർത്തിയെടുത്ത് ഞാനങ്ങനെ ചാങ്ങ ദേവീക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹമെല്ലാം വാങ്ങിയതിന് ശേഷം അന്നദാനത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അന്നദാനം മഹാദാനമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഞാൻ ഫുഡ് വാങ്ങി കഴിക്കാണ്ട് ഞാൻ വീട്ടിൽ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം വാങ്ങുകയാണ്. അന്നദാനം കഴിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ, അത് വേറെ കാര്യമാണ്. ഞാനങ്ങനെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുക. അപ്പോഴുണ്ടല്ലോ ഉരുൾ നേർച്ച കുട്ടികളുടെ, ഞാനും അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനതങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ ക്യാമറാമാൻ്റെ വീടിനടുത്ത്, അതായത് അവർ ഒരു നാട്ടുകാരല്ലേ, അപ്പോൾ അവൻ്റെ പരിചയത്തിലുള്ള ഒരു ഫാമിലിയെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അവരുടെ ആ സ്നേഹവും എന്തു പറയാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എന്തു പറയാനാണ്, സ്നേഹത്തിനും എല്ലാം വേറെ ഒന്നിനെ കൊണ്ട് ആകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ തോന്നാറ്. എനിക്കാണെങ്കിലേ ഇതുപോലുള്ള ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അറിവിൻ്റെ ഒരു പുസ്തകം തന്നെയാണ്. കണ്ടോ, നല്ല ചിന്തകൾ കുറേ. നമുക്ക് വായനാശീലം എപ്പോഴും നല്ലതാണല്ലേ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞതുപോലെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നൊരു ഇതുണ്ടല്ലേ അല്ലേ. കുഞ്ഞുണ്ണി മാഷ് ഉണ്ട്, എനിക്കത് നല്ലതുപോലെ അറിയില്ല, എങ്കിലും ഞാൻ പുസ്തകപ്രേമിയാണ്, എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും അടുക്കള എന്നുള്ളൊരു പുസ്തകം കണ്ടപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അങ്ങോട്ടാണ് പോയത്. പാചകം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കണ്ടോ, പാചകക്കുറിപ്പുകൾ, അടുക്കളയിലെ പൊടിക്കൈകൾ കേട്ടോ. നമുക്ക് ഉപ്പ് കൂടിയാൽ എങ്ങനെ, മുളക് കൂടിയാൽ എങ്ങനെ എന്നുള്ളത് ഈ ബുക്ക് വഴി നമുക്ക് അത് എങ്ങനെ ആ കുറവുകളെ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് നമുക്കിത് വഴി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുക. എന്തായാലും ഇതുപോലുള്ള ബുക്കുകൾ കണ്ടാൽ ഞാൻ പെട്ടെന്ന് വാങ്ങിക്കും കേട്ടോ. അറിയാൻ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ